ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ഒരു പാർക്കിലെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു പ്രാവശ്യം പോയത്. അപ്പം അവരെ ഒന്നുകൂടെയും കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ബനാർക്കാട്ടെ പാർക്ക് ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഞങ്ങൾ വന്നിറങ്ങി, കാറ് പാർക്ക് ചെയ്തു. അവർ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ വന്നൊന്ന് കാണാം. ഞാനും കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് എനിക്കും ഞാൻ ഫസ്റ്റായിട്ട് കാണുന്നത്. ഇത് അവിടുന്ന് ഇറങ്ങി, ഇതെനിക്ക് തോന്നുന്നു ബസ് സ്റ്റോപ്പോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞ് ബസ്സൊക്കെ വന്ന് ഇറങ്ങുന്നത് കണ്ടു. ഇത് സൂവിലേക്കുള്ള എൻട്രി കേട്ടോ, സൂ സവാരി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങനെ നടന്ന് ഞങ്ങൾ എൻട്രൻസ് അവിടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്ക് ഇതുവഴിയാണെന്ന് തോന്നുന്നു അവരുടെ വഴി കൊടുത്തേക്കെന്ന് തോന്നുന്നു സൂവിലേക്ക് പോകാൻ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഷോപ്സൊക്കെ ഉണ്ട്, കുറേ കീ ചെയിൻസൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ അമ്മേനെ വിളിച്ചതിനെ കാണിക്കുമായിരുന്നു, നല്ല കീ ചെയിൻസാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിന്നെ നേരെ നടന്നു. അവർ ബാക്കിൽ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈച്ചാൻ ആ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണെന്ന് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടർ എഴുതി വെച്ചേക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ കാണാം. ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങളിനി വെള്ളം മേടിക്കണമായിരുന്നു. ഒരു കുപ്പി വെള്ളം മേടിക്കാൻ വേണ്ടി ഞാൻ കടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് സവാരി. ഏറ്റവും ലാസ്റ്റ് കൊണ്ട് പോകല്ല അവിടെ ഇരിക്കണം. അവർ അവിടുന്ന് ബനാർക്കാട്ടെ പാർക്കിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ആനിമൽസ് അല്ലേ കൂട്ടിക്കിടക്കണ്ടേ. ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മളാണ് ബസ്സിൽ ഫുൾ യാത്ര ചെയ്യുന്നത്. ആനിമൽസിനെ അവിടെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ഓരോന്നിനും ഓരോ പാട്ടാക്കിയാണ് അവർ കൊടുത്തത്. ഞങ്ങൾ ബസ്സിലാണ്. ബസ്സിൽ കയറി ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ഭയങ്കര കോപ്പറേറ്റീവാണ്. പിന്നെ ഈ ഫുള്ള് അവർ ഗ്രില്ല് ഇങ്ങനത്തെ ഇത് വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആനിമൽസിൻ്റെ ഇന്ന് അറ്റാക്കൊന്നും കിട്ടാതിരിക്കാൻ, അപ്പോൾ അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അതിനകത്തുള്ളവരെ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തേക്കുന്നത്. ഞങ്ങളിങ്ങനെ പോയി ഓരോ ഇത് വരുമ്പോഴും ഓരോ ആനിമൽസിനെയാണ് അവരത് ഇതാക്കിയേക്കുന്നത്. നമ്മളിത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായി എനിക്ക് തോന്നി. പോകുന്ന വഴി തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നി. കാരണം നമ്മളാണ് ഫുൾ അതിനകത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ സൈഡിൽ ഡ്രൈവർ ഞങ്ങൾക്കിങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെ ആനിമൽസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് നോക്കണമെന്ന് പറയും. അപ്പോൾ അവരെപ്പോഴും പോകുന്നതുകൊണ്ട് അവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ നല്ലപോലെ അറിയാം, എവിടെയൊക്കെ ആനിമൽസ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. ഈ കാണുന്ന ഏരിയയിൽ ആനിമൽസ് എന്ന് പറയുന്നത് എലിഫൻ്റാണ്. അപ്പം ഓരോ പാർട്ടായിട്ടാണ് ഇത് കാണുന്നത് നമ്മൾ. ഇത് ഒരു ആനിമൽസ്, അതിവിടെ എലിഫൻറ്റിൻ്റെ ഒരു സുഖവാസ കേന്ദ്രം മാത്രമാണ്. രണ്ട് എലിഫൻ്റ് അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നതും അവർക്ക് ഫുഡ് കൊടുക്കുന്നതും അവർ തന്നെയാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴി ഞങ്ങളതെല്ലാം കണ്ടു. പിന്നെ ഇനി നമ്മൾ ഇങ്ങനത്തെ കുറേ ഗ്രില്ലൊക്കെ ഇട്ട് അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അവരവിടെ സേവ് ചെയ്തിട്ട്, കാരണം അപ്പുറത്തുള്ള ആനിമൽസ് ഇങ്ങോട്ടത്തോട്ട് കയറാതിരിക്കാനാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ആനിമൽ ഉള്ള സ്ഥലത്തേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടി കരടിയാണ്, വലിയ മുട്ടൻ കരടിയാവട്ടെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ ഓരോ പാർട്ടാക്കിയാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞങ്ങൾക്ക് ഈ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആനിമൽസിനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ആനിമൽസിനെ നേരിട്ട് കാണാൻ പറ്റില്ല. കുറേ കുരങ്ങന്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ പോയാലും ഇങ്ങനത്തെയൊക്കെ നേരിട്ട് കാണുന്നത് ഒരു എക്സ്പീരിയൻസ് ഇത് ഫസ്റ്റാണ് കേട്ടോ. ഡ്രൈവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അപ്പുറത്ത് ആനിമൽസ് നിൽപ്പുണ്ട്, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഡെയിലി യാത്ര ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് അറിയാം എവിടേക്കാണ് ആനിമൽസ് സ്റ്റേ ചെയ്യുന്നതെന്നും എവിടേക്കാണ് അവർ നിൽക്കുന്നതെന്നൊക്കെ. ഞങ്ങളുടെ ഫ്രണ്ടിലൊരു വണ്ടിയുണ്ട്, അത് എനിക്ക് തോന്നുന്നു ഫോറിനേഴ്സാണെന്ന് തോന്നുന്നു. ഫോറിനേഴ്സിന് റേറ്റ് കൂടുതലാണ് കേട്ടോ.
നമ്മുടെ ഇന്ത്യൻസിന് റേറ്റ് കുറവാണ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കയറുകയാണ്. ഇത് ഓരോ ഗ്രില്ല് വെച്ച് അടച്ചേക്കുക, കാരണം അവിടെയുള്ള ആനിമൽസ് ഇങ്ങോട്ടുള്ളത് അങ്ങോട്ടും പോകാതിരിക്കാനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അവരുടെ പ്രൊട്ടക്ഷൻ അവർ നോക്കണമല്ലോ. ഇത് ലയണാണ്. ഇനിയും നമ്മൾ കയറുന്ന ലയൺ ഉള്ള സ്ഥലത്തേക്കാണ്. ഇങ്ങനെ കുറച്ച് വഴികളൊക്കെ അടിപൊളിയാണ്, കാണാൻ നമുക്ക് നല്ല ഭംഗിയായി തോന്നും. ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് പിന്നെ തിരിച്ച് അവിടെ കൊണ്ടാക്കും നമ്മളെ. ഇതാണ് ലൈൻ സെറ്റ് ചെയ്ത്. ലൈന് ഫീമെയിൽസും ഉണ്ട് മെയിലും ഉണ്ട് കേട്ടോ. ആ ലൈന് ഇതേണ്ട വേണ്ട വേറെ ലൈനിൽ ഇങ്ങനെ ഓടിപ്പോകുന്നതൊക്കെ. ഞങ്ങൾക്ക് ഡ്രൈവർ ഭയങ്കര കോപ്പറേറ്റീവാണ്, പുള്ളിക്കാരൻ നല്ല ഇതുപോട്ട് വീഡിയോ ഒക്കെ എടുത്തു വന്നു ഞങ്ങൾക്ക് കേട്ടോ. വേണ്ട വേറെ ലയൺ, ഇത് മെയിൽ ലയണാണ്. ഈ പോകുന്ന മുമ്പ് ഓടിപ്പോയത് ഫീമെയിലാണ്. ഇങ്ങനെ അതുങ്ങളെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക. നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ കൂട്ടിക്കിടക്കുന്നത്. നമ്മളിങ്ങനെ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുവാണ്, അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിശാലമായി ഇങ്ങനെ നടക്കുകയാണ്. നല്ല കുറേ ഫോട്ടോസൊക്കെ പുള്ളിക്കാരൻ എനിക്ക് എടുത്തു. നല്ലൊരു കോപ്പറേറ്റീവായ ഡ്രൈവറായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത സെക്ഷൻ ഇതിലേക്ക് ഇനി അത് ഓപ്പൺ ചെയ്തു. നമ്മൾ അടുത്ത ആനിമൽസിൻ്റെ അടുത്തേക്ക് പോകണം. ഇത് ഞങ്ങൾ പറഞ്ഞു തന്നു, ഈ ഓരോ ആനിമൽസ് എന്തുകൊണ്ട് ഇങ്ങനെ കൊടുത്താൽ അടുത്ത അപ്പുറത്തുള്ള ആനിമൽസ് ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവരെ ഗ്രില്ല് വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. അടുത്ത ആനിമലാണിത്. വൈറ്റ് നല്ല പുള്ളിയൊക്കെയുള്ള അടിപൊളി ഒരു ലയണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. അതാണ് ഇതിങ്ങനെ കിടന്ന് ഉലാത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വരെ പോവും, തിരിച്ചു പോകും. അത് കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നെക്സ്റ്റ് കാണുന്നതാണ് ടൈഗർ. അത് വിശാലമായി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആ കൂടൊന്ന് പൊട്ടിച്ച് പുറത്ത് ചാടി എല്ലാത്തിനെയും വിഴുങ്ങിക്കളയും. ആ ഒരു മട്ടിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബട്ടർഫ്ലൈ പാർക്കുണ്ടായിരുന്നു, പക്ഷെ അവിടെ കയറിയില്ല. കൊച്ചു പിള്ളേർക്കുള്ളതായതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ ഇനി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഞങ്ങൾ വരുന്നുണ്ട്. നല്ല വെയിലായിരുന്നു, കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങ് പോന്നു. ഇനി ഐക്കയിലൊന്ന് കയറണമെന്നുണ്ട്, അവർ കണ്ടിട്ടില്ല. അവരൊന്ന് അവിടെ നിന്ന് കാണിക്കണമെന്ന് പ്ലാനുണ്ട്. ടൈം കിട്ടുവാണെങ്കിൽ അവിടെ കൂടെ കയറും. അങ്ങനെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.